jubilee, a happy jubilee, a great jubilee. It's a time to celebrate the joys of today, the memories of yesterday, and the hopes of tomorrow. It's a blissful jubilee, a day that's filled with joy. സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, CMI കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, നിങ്ങളുള്ളത് കൊണ്ട് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയാണ്. ഞങ്ങൾ ജൂബിലി നിറവിലാണ്. ഈ നിറവിൻ്റെ കാരണം നിങ്ങളാണ്. നിങ്ങളെക്കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. നിങ്ങളൊപ്പമുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നു. ഇത് CMI കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളുടെയും അനുച്ഛേദമാണ്. വളരെയേറെ പേര് അകലങ്ങളിലിരുന്ന് ഇതിൽ ഭക്തിയോടെ പങ്കെടുക്കുന്നുണ്ട്, ആത്മീയമായി പങ്കെടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾക്ക് മുൻപേ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുവൃന്ദരെയും സ്നേഹിതരെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഈ അൽത്താരയിൽ ചേർത്ത് നിർത്തുകയാണ്. അഭിനന്ദ പിതാവ് ഗ്രേഷ്യപിതാവ് മുൻനിരയിലൂടെ ഉണ്ട്. പിതാവ് വന്നതിൽ സന്തോഷം, ഞങ്ങളുടെ സന്തോഷം കൂടുതൽ സന്തോഷം ഉണ്ട്. പിതാവ് ഈ കൂട്ടായ്മയിലുണ്ട്. അപ്പം ഞങ്ങളുടെ നന്ദിയുടെ ഈ ബലി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങളോടൊപ്പം ഉള്ളതാണ്.
നിങ്ങളുടെ നിയോഗങ്ങളാണ് നമ്മൾ ചേർത്ത് വയ്ക്കുക. ഈ കുർബാന നമുക്ക് ഒരുമിച്ച് നന്ദിയുടെ ദൈവം നൽകിയ, ഞങ്ങളിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവമേ നന്ദി എന്നൊരുമിച്ച് നമുക്ക് സന്തോഷത്തോടെ നന്ദിയോടെ നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിച്ചുകൊണ്ട് പ്രംശാലച്ചനും ജനറൽ കൗൺസിലേഴ്സിനുമൊപ്പം ജൂബിലേറിയൻസ് വിളക്ക് തെളിച്ച് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Yeah.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും ശുദ്ധവിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിച്ചുകൂടുന്ന സഭയിൽ നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടാൽ അങ്ങ് എല്ലാറ്റിന്റെയും സദ്ഭാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഈശോ നാഥാ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം കടപ്പെട്ടവരാകും. തലത്തിന്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരെ സുവേദനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തിരുന്നെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ തിരുവചന വായനകളാണ്. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന വായിക്കുന്നത് ക്ലീറ്റസ് അച്ഛൻ്റെ സഹോദരപുത്രനായ പോൾ തോമസ് ആണ്. നമുക്ക് ഇരുന്നു കൊണ്ട് തിരുവചനം ശ്രമിക്കാം. സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിലുള്ള വായന അധ്യായം 25 വാക്യങ്ങൾ 8 മുതൽ 22 വരെ ഗുരു ആശീർവദിച്ചാലും. ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളർത്തുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലി വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ജയിക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളിൽ കണക്കനുസരിച്ചിട്ട് അയൽക്കാരന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളിൽ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങൾ എണ്ണം അനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. എങ്കിൽ ദേശത്ത് നിങ്ങൾക്ക് സുരക്ഷിതരായിരിക്കും. ഭൂമി അതിൻ്റെ ഫലം നൽകും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. ഞങ്ങൾ 7-ാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്തു ഭക്ഷിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. 6-ാം വർഷം എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും. 3 വർഷത്തേക്ക്
ഉള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. 8-ാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും 9-ാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. അതിന്റെ ഫലം ലഭിക്കുന്നത് വരെ പഴയതിൽ നിന്ന് ഭക്ഷിക്കുക. ദിവ്യമായ കർത്താവിനെ സ്തുതി. രണ്ടാം വായന വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ വചനഭാഗം വായിക്കുന്നത് CT വർഗീസ് അച്ഛൻ്റെ ബന്ധുവായ ബ്രദർ തോമസ് CST ആണ്. നമുക്ക് വചനം ശ്രദ്ധിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 12 വാക്യങ്ങൾ 4 മുതൽ 11 വരെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവനെ വിശ്വാസവും
വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കുവാൻ വരവും വേറൊരുവന് ആത്മാക്കളെ തിരിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാപരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1:19 മുതലുള്ള തിരുവചനങ്ങൾ. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർക്ക് ജെറൂസലമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല, അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, യേശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരീസയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. ഇന്നത്തെ ദിനത്തിൻ്റെ വചന സന്ദേശം നൽകി സംസാരിക്കുന്നത് കാക്കനാട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട ജെയ്സൺ മുളയത്തിൽ അച്ഛനാണ്. നമുക്ക് അദ്ദേഹത്തെ ശ്രമിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജുവലറിയൻസ്, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ, ജനറൽ കൗൺസിലർ, ഏറ്റവും പ്രിയപ്പെട്ട ഗ്രീഷ്യൻ പിതാവ്, സ്നേഹം നിറഞ്ഞ വൈദികരെ, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, അതോടൊപ്പം തന്നെ ജുവലറിയൻസിൻ്റെ ബന്ധുമിത്രാദികളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു.
ആദ്യമായി തന്നെ ജൂബിലി ആഘോഷിക്കുന്ന നമുക്കറിയാം, ഇതിൽ 2 പേർ, ഫാദർ ജോസ് ട്രീറ്റസ് പ്ലാക്കറ്റ്, ഫാദർ ജോസ് പൈനാട്, ഇവർ 2 പേരും ഇന്ന് പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫാദർ വർഗീസ് ചൊവ്വേലിക്കകത്ത്, നമ്മൾ CT എന്ന് വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന വർഗീസ് അച്ഛൻ ഇന്ന് സന്യാസത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ 3 പേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും ഞങ്ങൾ നേരുകയാണ്. പ്രത്യേകിച്ച് തിരുഹൃദയ പ്രവിശ്യയിൽ നമുക്ക് ഏറ്റവും പ്രിയമുള്ള തിരുഹൃദയനാഥൻ്റെ ആ മനോഹരമായ രൂപത്തിന് താഴെ, അത് വളരെ ഡിജിറ്റലായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഈ ജൂബിലി കുർബാന അർപ്പിക്കുവാനായിട്ട്, ഈ ആഘോഷം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. എനിക്ക് എന്തും പറയാൻ സാധിക്കുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ 1-2 സുഹൃത്തുക്കൾ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം വരെ ഒരു യാത്രയ്ക്ക് പോയായിരുന്നു. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട 2 കൂട്ടുകാരൻ. അപ്പോൾ പോകുന്ന വഴിക്ക് ട്രെയിനാണ് പോയത്. അവർ ചോദിച്ചു, അതിലൊരാൾ ചോദിച്ചു, എൻ്റെ അച്ഛൻ ഈ അച്ഛൻ പരിപാടിക്കൊക്കെ ഇനി ആളെ വല്ലതും കിട്ടും? വളരെ സ്നേഹത്തോട് ചോദിക്കുന്നതാണ്. കാലമൊക്കെ മാറിയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഗണിച്ച് പറയാനായിട്ട് വല്ല കഴിയാനൊന്നുമല്ല ഞാൻ, പക്ഷെ എന്നാലും ഒരു ഫാക്ട്സ് വേണമെങ്കിൽ പറയാം, ഡേറ്റ ഞാൻ വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ പട്ടമേൽക്കുമ്പോഴേക്കും 2003 അന്ന് തിരുഹൃദയ പ്രവിശ്യയിൽ 98ാമത്തെ വൈദികനായിട്ടാണ് ഞാനന്ന് പട്ടമേൽക്കുന്നത്. അതിനുശേഷം ഇന്ന് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ പട്ടത്തിൻ്റെ സീസൺ കഴിഞ്ഞപ്പോഴേക്കും ഈ തിരുഹൃദയ പ്രവിശ്യയിൽ നിന്നപ്പോൾ 190 അച്ഛന്മാരുണ്ട്. മിക്കവാറും അടുത്ത വർഷം അത് 200 കടക്കും. എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ ഏകദേശം ഇരട്ടിയിലോളം നമ്മൾ ആകാനായിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതാണ് ഫാക്ട്സ്. അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ സന്യാസ പൗരോഹിത്യത്തിൻ്റെ ഒരു സാങ്കത്യം, അതിൻ്റെ റെലവൻസ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇവിടെ ഈ രാജഗിരിയിൽ തന്നെയാണ് വൊക്കേഷൻ ക്യാമ്പിന് വന്നത്. അന്ന് ബർക്ക്മാൻ സച്ചിനായിരുന്നു എൻ്റെ ഒരു കൗൺസിലർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ചേരുമ്പോഴേക്കും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല. ഞാനതിന് ചേരണമോ വേണ്ടിയോ എന്നൊരു സന്ദേഹം പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത്, ജെയ്സൺ പേടിക്കണ്ട, അത് മാത്രമല്ല ജെയ്സൺ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഇനിയുള്ള കാലത്ത് അധികം അച്ഛന്മാരൊന്നും ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ വയസ്സാകാറായി, ഇനി നിങ്ങളൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്, ഈ രാജ്യത്തിലേക്ക് നടത്തുന്നത് നിങ്ങളല്ലേ എന്ന രീതിയിലേക്ക് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മുന്നിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എൻ്റെയൊക്കെ പുറകിൽ കാണുവാനായിട്ട് സാധിക്കും. അതിനർത്ഥം നമുക്കറിയാം, ഈ ഒരു വിളിയുടെ അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ റെലവൻസ് ഒരിക്കലും കുറയുന്നില്ല, കൂടുന്നേയുള്ളൂ. ഈ അടുത്ത കാലത്ത് വേറെ ചില സ്റ്റഡീസ് വന്നായിരുന്നു. നമുക്കറിയാം, ഇതൊരു പുതിയ കാലഘട്ടമാണ്. പലരും പറയുന്നത് പോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നൊക്കെ വരുമ്പോഴേക്കും ഇതൊരു ഇൻഡസ്ട്രി 4.0 എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇന്ന് കാണുന്ന പല പ്രൊഫഷൻസ് ഇല്ലാതാകും. ചിലത് പറയുന്നത് ജോലികൾ ഇല്ലാതാകും, നമ്പറല്ല, ആ ജോലികളുടെ പേരുകൾ തന്നെ, അല്ലാതെ എന്താണെന്ന് ചെയ്യുന്ന ജോലികൾ അത് തന്നെ ഏകദേശം 60% ഉണ്ടാവില്ല. ഒരു അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ നിന്ന് കാണുന്ന ജോലികൾ ഉണ്ടാവില്ല എന്നൊക്കെ ഒരു സ്റ്റഡീസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് വളരെ രസകരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ചില കാര്യങ്ങൾ, ചില പ്രൊഫഷൻസ് അത് നിലനിൽക്കും. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ നഴ്സിംഗ് ജോബുകൾ. കാരണം അതിനകത്തൊരു ഹ്യൂമൻ ടച്ച് ഉണ്ട്. ഒരു റോബോട്ടിനും ഒരു എഐക്കൊന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്
മനുഷ്യനെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ ലിസ്റ്റിൽ കുറച്ച് താഴേക്ക് വന്നാൽ അതിൽ കാണുന്ന മറ്റൊരു ജോലിയാണ് ക്ലർജി, അല്ലെങ്കിൽ പുരോഹിതർ, സന്യാസികൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രൊഫഷനും അവിടെ തന്നെ കാണും എന്ന് വളരെ ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട്. ശരിയാണ്. കാരണം നമുക്കറിയാം, മനുഷ്യന്റെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനായിട്ട്, മനുഷ്യനെ സ്പർശിക്കുവാനായിട്ട് കഴിയുന്ന ഒരു ജീവിതാവസ്ഥയാണ്. അതിൻ്റെ സാഹചര്യം ഒരിക്കലും മാറിപ്പോകുവാനായിട്ട് സാധിക്കത്തില്ല. മനുഷ്യനെ സ്പർശിക്കുക എന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം മനഃശാസ്ത്ര വിദഗ്ധർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാധിക്കും. പക്ഷേ അതിലുള്ള ഒരു ദൈവികതയെ കൂടി അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നവരാണ് പുരോഹിതരും സന്യാസികളും. ശരിക്കും കൗതാശികമായിട്ടുള്ള ഒരു മാനം അതിലൂടെ നമുക്കറിയാം. അദൃശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൃശ്യമായിട്ട് അവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ. ആ ജീവിതാവസ്ഥ അത് എന്നും നിലനിൽക്കുവാൻ തന്നെയാണ് സാധ്യത. യേശുവിൻ്റെ പ്രകാശത്തെ പുനരവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, ഞാനൊന്നുമല്ല, അത് എൻ്റെ പിറകെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാരടിക്കാൻ പോലും യോഗ്യതയില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെയാണ് പ്രകാശിക്കുന്നത്. ഇതാണ് ഒരു പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും വിളി. ഈ വിളി സ്വീകരിച്ചവരെ ലോകം സ്നേഹിക്കുന്നു. ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കറിയാം, മദർ തെരേസയുടെ ഒരു ആപ്തവാക്യമായിട്ട് പറയുന്നത്, വലിയ കാര്യങ്ങൾ ചെയ്യുവാനല്ല നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ അവതരിപ്പിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകാശ വീശികൾ ഒരു വചനത്തിലൂടെയോ മരതകത്തിലൂടെയോ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മുഖങ്ങളിലൂടെ കടത്തിവിടുമ്പോഴേക്കും അത് കാഴ്ചവെക്കുന്ന ഒരു പുതുമയും അത് വജ്രത്തിനോ മരതകത്തിനോ അതിൽ തന്നെയുള്ളതല്ല, മറിച്ച് ആ പ്രകാശം ഈ മുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഭാവമാണ് നമ്മുടെ സന്യാസ വൈദിക വിളിക്ക് നമുക്കുള്ളത്. മന്നവേന്ദ്ര വിളങ്ങും ചന്ദ്രനെ പോൽ നിമുഖം എന്നൊക്കെ കവി പാടുന്നത് ഏകദേശം ഈ ഒരു ലൈനിലാണ്. കാരണം ഒരിക്കലും ചന്ദ്രൻ സൂര്യനല്ല, ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് സൂര്യന്റെ പ്രകാശം മാത്രമാണ്. അത് ഏത് ഇരുട്ടുള്ള രാത്രിയിലും ഒരു നിലാവായിട്ടത് പരന്നൊഴുകും. ഇത്തരത്തിൽ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന അന്തർകാലത്തില് നിലാവായിട്ട് ഒഴുകുന്ന വ്യക്തിത്വങ്ങളാകുവാനായിട്ടുള്ള ഒരു വഴിയാണ് പൗരോഹിത്യ സന്യാസത്തിലേക്കുള്ള വഴി. ഇന്ന് നമ്മളെ മുമ്പിലിരിക്കുന്ന 3 വ്യക്തിത്വങ്ങൾ ഇത്തരത്തിലുള്ള പ്രകാശം പ്രതിഫലിപ്പിച്ച വ്യക്തികളാണ്. യേശുവിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ പ്രകാശം തങ്ങളുടെ ജീവിതത്തിലൂടെ മനോഹരമായിട്ട് ഈ ലോകത്തിലേക്ക് മുമ്പിൽ അവതരിപ്പിച്ച് 50 വർഷം പ്രകാശിച്ചു നിന്ന വ്യക്തികളാണ്. ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് നമുക്ക് ഒത്തിരി കഥകളുണ്ട്. ബഹുമാനപ്പെട്ട ക്ലീറ്റസ് ബ്ലാക്കിൽ അച്ഛൻ എൻ്റെ ഗുരുവാണ്. അച്ഛൻ ഞങ്ങളുടെ നോവിസ് മാസ്റ്ററായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ ഒരു സന്ദേശം നൽകാനായിട്ട് പ്രൊഫഷണൽ അച്ഛനെ എന്നെ ഏൽപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രൊഫഷണൽ അച്ഛൻ ഞങ്ങളുടെ തൊട്ട് മുകളിൽ ബാച്ചിലുണ്ടായിരുന്നു. പ്രൊഫഷണൽ അച്ഛനും 1 വർഷം മാസ്റ്ററായിരുന്നു അദ്ദേഹം. പക്ഷേ ഫുൾ ടൈം, അതായത് 2 വർഷവും നോവിഷ്യേറ്റിൽ ആദ്യമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് പഠിച്ചു വന്നപ്പോഴേക്കും നോവിസ് ഗുരുവാകുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് ഞങ്ങളുടെ ബാച്ചിനാണ്. ഞാൻ ഓർക്കുകയാണ്, അതായത് അന്ന് വരുമ്പോഴേക്കും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഞങ്ങളിങ്ങനെ അമേരിക്കയിലേക്ക് വരുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ ലൂയിസ് മാസ്റ്ററെ കാണാനായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. വരുമ്പോഴേക്കും വളരെ സിമ്പിളായിട്ടുള്ള നല്ല ചുവന്തുടുത്ത ഒരു സാഹിബിനെ പോലെ കടന്നു വരുന്ന ഒരു അച്ഛൻ. ഇന്നും ആ ഗ്ലാമർ എപ്പോൾ പോലും കുറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് വായിക്കാനായിട്ടുള്ള
ചാക്കോച്ചനോട് ഇരിപ്പുണ്ട്. അച്ഛൻ ഇത് രാവിലെ പറയുമായിരുന്നു, എന്താണ് എന്നെ അദ്ദേഹത്തിന് നോക്കുക, ഇദ്ദേഹം ഇപ്പോഴും നല്ല ചെറുപ്പക്കാരായിട്ടിരിക്കുന്നു അല്ലോ എന്നൊരു കമന്റ്. അപ്പൊ ആ ഒരു സ്നേഹം, ആ ഒരു മനോഭാവം, ഒരുപക്ഷെ ഹൃദയത്തിന്റെ ആ ഒരു സന്തോഷത്തിന്റെ മനോഭാവം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഇപ്പോഴും ആഹ്ലാദം യാതൊരു കുറവില്ല. വളരെ ശാസ്ത്രീയമായിട്ട് ഒരുപക്ഷെ മനഃശാസ്ത്രപരമായിട്ട് തന്നെ ഇടപെടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് കൊണ്ട് തന്നെ ഹൃദയങ്ങളെ കീഴടക്കുവാനായിട്ടുള്ള ഒരു വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ട്. എൻ്റെ ഒരു ഗുരു മാത്രമായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഡാഡിക്കും എല്ലാം, എൻ്റെ അച്ഛനും എല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറി. അത് അങ്ങനെ ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ച് പരിശീലനത്തിലിരിക്കുന്ന ഗുരുക്കന്മാർക്ക് അങ്ങനെ മാറാൻ വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എൻ്റെ സഹോദരൻ, എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു 10-11 വർഷം മുമ്പ് പെട്ടെന്ന് മരിച്ചു. അദ്ദേഹം വിദേശത്തായിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. ഞാനും അന്ന് വിദേശത്താണ്. പക്ഷേ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വീട്ടിൽ അറിയില്ല, പാരൻസിന് അറിയില്ല. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും എങ്ങനെ ഇത് എൻ്റെ ഡാഡിയെയും അമ്മയും അറിയിക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നമായി. ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞു, ക്ലീറ്റസ് അച്ഛനോട് പറയാം, അച്ഛൻ അത് എൻ്റെ ഡാഡിയോട് മകന് പറയാം. അങ്ങനെ ക്ലീറ്റസ് അച്ഛനാണ് എൻ്റെ ഡാഡിയും മകൻ്റെ അടുത്ത് എൻ്റെ അനുജൻ്റെ മരണവിവരം അറിയിക്കുന്നത്. അച്ഛന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോഴും ഇന്നലെ ഞാൻ എൻ്റെ മദറിനെ, മമ്മിയെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്ലീറ്റസ് അച്ഛൻ്റെ ജൂബിലിയാണ്, എന്ത് പറയണം? അപ്പോൾ മമ്മി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞാൽ മതി. അതായത് നോവിഷ്യയിലായിരിക്കുമ്പോഴും എന്താണ്, ഇടയ്ക്ക് എൻ്റെ മകനെ കാണണം, എനിക്ക് താല്പര്യം വരും. ഞാനവിടെ ചെല്ലുമ്പോഴേക്കും അദ്ദേഹം എന്നെ കാണിക്കില്ല. പക്ഷേ കുറച്ച് ചെല്ലുമ്പോഴേക്കും ഞാനവിടെ സമരമിക്കും, അവസാനം എന്നെ കാണിക്കും എന്ന് മാത്രമല്ല, അന്ന് ചക്കയും മാങ്ങയും എല്ലാം തന്ന് കരുകുട്ടിയിൽ നിന്ന് തിരിച്ചു വിടും. അന്ന് അവിടെ നിന്നും കിട്ടിയ ഒരു മാങ്ങയിലും മാങ്ങാണ്ടിയിൽ നിന്നാണ് ഈ വീടിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയോരമാവുണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും ഒത്തിരിയധികം എന്താണ് ഫലം നമ്മൾ അനുഭവിച്ച്, ഫലങ്ങൾ ചൂടുന്ന ഒരു വലിയ വൃക്ഷം. അത് ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ട് നമുക്കറിയാം, തൻ്റെ ഫാമിലി കൗൺസിലിലൂടെ എല്ലാം ഒത്തിരിയധികം കുടുംബങ്ങളെ കേട്ട, അവരെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് മാത്രമല്ല, നമ്മുടെ പ്രവിശ്യയിലെ പ്രൊവിൻഷ്യലായിരുന്നു, കൗൺസിലറായിരുന്നു, പ്രിയോരായിരുന്നു. ചെയ്യാത്ത ജോലികളൊന്നും തന്നെയില്ല. പക്ഷെ അതെല്ലാം വളരെ മനോഹരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പ്രൊവിൻഷ്യലായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പുതിയ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് മണപ്പുറത്താണ് നല്ല വിചാരം. അതിന് അദ്ദേഹം കൊടുത്ത ഒരു മാനസികമായ സപ്പോർട്ടിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ എൻ്റെ അടുത്ത്, ഒരിക്കലും അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ഒരിക്കലും സാക്ഷ്യപ്പെടുത്തി എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പലപ്പോഴും അത് പുറത്ത് കാണാറില്ല. അങ്ങനെ വ്യത്യസ്തപ്പെട്ട പാതയിലൂടെ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ക്ലീറ്റസ് പ്ലാങ്കരാജനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും കാനായിലെ കല്യാണ വിരുന്നിൽ കടന്നു വന്ന യേശുവിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന് മാതാവിൻ്റെ ആ സ്നേഹം, ഒരു മാതൃവാത്സല്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കുടുംബത്തെ രക്ഷിച്ച, കുടുംബങ്ങളെ രക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ക്ലീറ്റസ് അച്ഛനെ ഓർക്കുവാനായിട്ടാണ് എനിക്ക് താല്പര്യം. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ജോസ് പൈനാടത്തച്ഛനെ കുറിച്ച് ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പലരോട് ചോദിച്ചപ്പോഴേക്കും അവരെല്ലാം പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല തികഞ്ഞ ഒരു അധ്യാപകൻ, ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് ജോസ് പൈനാടത്തച്ഛൻ. അത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന നമ്മുടെ ആശ്രമത്തിൽ, അവിടുത്തെ സ്കൂളിൽ, ആ സ്കൂളിൽ നിന്നും കഴിഞ്ഞ ഒരു തലമുറയിൽ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് അവര് നല്ല നിലകളിൽ ഒരുപക്ഷെ സ്വദേശത്തും വിദേശത്തും എല്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നിലുള്ള ഒരു കരം അത് പൈനാടത്തച്ഛൻ്റെതാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അദ്ദേഹത്തിന് പഠിപ്പിക്കലൊരു ക്രേസായിരുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, അതിൻ്റെ വ്യാകരണം, ഗ്രാമർ.
ചിലർ പറഞ്ഞത് അദ്ദേഹം മറ്റു സാറന്മാരുടെ ക്ലാസ്സിൽ പോലും അദ്ദേഹം കയറിയെടുക്കുമായിരുന്നു. അത് ഞാൻ എടുത്തേക്കാം, ഇംഗ്ലീഷ് ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് എത്ര പേര് അങ്ങനെ ചെയ്യും. പലപ്പോഴും നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിൽ മാറ്റിക്കിട്ടാൻ നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസരത്തിൽ അങ്ങനെ ഓടി നടന്ന് ക്ലാസ്സിലെടുത്ത് ആ കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ആയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം അതിനുശേഷം ഉണ്ടായിരുന്ന വൈപ്പിൻ, കോവലൂര്, തേവര, അവസാന തേവര എല്ലായിടത്തും ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, അദ്ദേഹം ഒരു കർഷക പ്രേമിയാണ്, അല്ലെങ്കിൽ കൃഷിയോട് പ്രേമമുള്ള ഒരു വ്യക്തിയാണ്, ഒരു കർഷക സ്ത്രീയാണ്. ചെന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വ്യതിരിക്തമായിട്ടുള്ള ശൈലിയിലൂടെ പലതരത്തിലുള്ള കൃഷികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പെരിമെൻഷ്യൽ ആയിട്ടുള്ള ഒത്തിരിയധികം കൃഷികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ഏത്തവാഴയാണെങ്കിലും തേക്കാണെങ്കിലും അതോടൊപ്പം തന്നെ പൂവൻവാഴ കൃഷിയാണെങ്കിലും എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ കാപ്പിടി ചുണ്ടുന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചാൽ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? അജറുടെ കൈ ഇങ്ങനെ കാണിച്ചത് തഴമ്പാണ്, അല്ല ഒന്നാം തരം തഴമ്പ്. ഞാൻ പറഞ്ഞു, ഈ തഴമ്പ് കൊണ്ട് അടിയിട്ടില്ലെങ്കിൽ ഇപ്പതായി പോയി. പക്ഷെ ഞാൻ അടിക്കാറൊന്നുമില്ല, അത് തുമ്പ പിടിച്ചിട്ടുള്ള തഴമ്പാണ്. അങ്ങനെ കഠിനാധ്വാനയായിട്ടുള്ള മണ്ണിലൂടെ അതോടൊപ്പം തന്നെ കുട്ടികളിലൂടെ എല്ലാം ദൈവത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പൈനാടത്തച്ഛനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ നിഷ്കപടനായിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തി. ഹൃദയം തുറന്ന് ചിരിക്കുന്ന സന്യാസികളെ കാണണമെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ മുഖത്തേക്ക് മതിയാവും. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വളരെ പൊട്ടിച്ചിരി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിരിക്കുന്ന യേശുവിൻ്റെ ചില ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചിരിക്കുന്ന ആ യേശുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും പൈനാടത്തച്ഛനെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വർഗീസ് ചൊവ്വയിൽ തീർത്ത അച്ഛൻ്റെ സന്യാസത്തിൻ്റെ ജോലിയാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. എല്ലാവരും വളരെ സ്നേഹത്തോടെ സിറ്റി എന്ന് വിളിക്കുന്ന നമ്മുടെ വർഗീസ് അച്ഛൻ ബ്രദറായിരുന്നു, ഡീക്കനായിരുന്നു, പിന്നെ അച്ഛനായിരുന്നു. അച്ഛനെ കുറിച്ച് പറയുമ്പോഴേക്കും പറയുന്നത് കഠിനാധ്വാനിയായിട്ടുള്ള മനുഷ്യൻ, സഭാശ്രീ. വേറച്ഛൻ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞ സഭാശ്രീ, വളരെ തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു അച്ഛൻ പറയുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഡീക്കനായതിനു ശേഷവും അതിനുശേഷം വൈദികനായതിനു ശേഷവും കറുകൊറ്റി തേവര എന്നുള്ള ആശ്രമങ്ങളിലെല്ലാം നമുക്കറിയാം, അവിടുത്തെ മെസ്സ് കാര്യങ്ങളെല്ലാം വളരെ ദീർഘത നോക്കിയിരുന്നത് അച്ഛനാണ്. അന്ന് ഒരു ചെറിയ സഞ്ചിയിൽ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് സാധനങ്ങളുമായിട്ട് ചുമന്നു കൊണ്ടുവരുന്ന അന്നത്തെ സിറ്റി ബറിനെ എല്ലാവർക്കും ഓർമ്മയാണ്. ഒരു വണ്ടി പോലും പിടിക്കാതെയാണ് പലപ്പോഴും അദ്ദേഹം കൊണ്ടുവരുന്നത്. കാരണം അതിൻ്റെ പൈസ കളയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ മിതത്വം പാലിച്ചുകൊണ്ട്, ഒരു ലാളിത്യത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട്, അതേസമയം തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സഹോദരൻ. അതിനുശേഷം ഒരു പ്രത്യേക വിളി സ്വീകരിച്ചുകൊണ്ട് ഡീക്കനാകുന്നു, അച്ഛനാകുന്നു. ഡീക്കനായിരുന്നപ്പോഴേക്കും തേവരയിലേക്ക് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. എല്ലാ പ്രസംഗത്തിലും എന്തെങ്കിലും ഒരു ചെറിയ കഥയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സാവിൻസച്ചൻ അതിന് വേണ്ടി ഒത്തിരിയധികം സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും സാവിൻസച്ചൻ്റെയും ജൂബിലിയാണ് കേട്ടോ. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അങ്ങനെ ഈ അജപാലക ദൗത്യത്തിൽ വളരെ തീവ്രമായിട്ടുള്ള തീക്ഷ്ണത പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് സ്വയം മാറ്റിവെച്ചൊരു മനുഷ്യൻ എന്ന രീതിയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പാസ്റ്ററൽ സർവീസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുർബാന ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അസുഖമാണെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാതെ കടന്നു ചെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ടുള്ള വലിയ ഒരു താല്പര്യം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഞാറയ്ക്കൽ പള്ളിയിൽ പോയപ്പോഴേക്കും അദ്ദേഹം അവിടെ അന്ന് ശുശ്രൂഷ ചെയ്യുകയാണ് അച്ഛനായിട്ട്. അവിടെയുള്ള വികാരേശനൊക്കെ വളരെ സ്നേഹത്തോടുകൂടി അച്ഛനെ കുറിച്ച് പറയുന്നത് കേൾക്കാനിടയായി. ഇത്തരത്തിലുള്ള അച്ഛന്മാരൊക്കെയാണ് സിനിമ സഭയിൽ വേണ്ടത് എന്ന് ആ വികാരേശൻ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ മലയോരങ്ങളിൽ പ്രസംഗിച്ച, ഒരുപക്ഷെ അപ്പം മുറിച്ച് പ്രസംഗിച്ച യേശുവിൻ്റെ രൂപമാണ് എനിക്ക് CT അച്ഛനിൽ കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജൂബിലി എന്ന് പറഞ്ഞാൽ
7749 അതിനുശേഷം വരുന്ന 50-ാമത്തെ വർഷം. ഇവരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക 7 പൂർണ്ണതയുടെ ഒരു ലക്ഷണമാണ്. അതിനുശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട്, ഞാൻ പോകുന്ന വഴികൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട്, അവിടെ വിതയില്ല, കൊയ്ത്തില്ല, കളപ്പുരയിൽ ശേഖരിക്കാതെ 1 വർഷം സ്വസ്ഥമായിരുന്നു കൊണ്ട് തിരിഞ്ഞു നോക്കുവാനായിട്ടുള്ള ഒരവസരമായിട്ടാണ് നമ്മൾ ജൂബിലി നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ മരത്തിൻ്റെ മുത്തുകൾ അവരെ അവരുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കും എന്ന് നമുക്കറിയാം. പക്ഷെ അതേസമയം തന്നെ നമ്മളെ സംബന്ധിച്ച് ഇവരിലേക്ക് നോക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഈ 1 വർഷം ഇവരായിരിക്കുന്ന ഈ വലിയ ദാനങ്ങൾ, ഇവർ പ്രതിഫലിപ്പിച്ച യേശുവിൻ്റെ ഭാവം രൂപം, അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു വലിയ അവസരമായിട്ട് നമുക്ക് എടുക്കാം. കാനായിലെ കർത്താവിൻ്റെ രൂപം, ചിരിക്കുന്ന കർത്താവിൻ്റെ മുഖം, മലഞ്ചെരുവിൽ അപ്പം കൊടുത്ത് പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ രൂപം, ഇതെല്ലാം ഇവരിൽ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ജൂബിലിമാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ജൂബിലി നിറവിലായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ക്ലീറ്റസിനെ പരിശുദ്ധമായ ബലിവേദിയിൽ സമർപ്പിക്കുന്നു. പൗരോഹിത്യത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ അച്ഛൻ്റെ അനുഗ്രഹീത ജീവിതത്തിലൂടെ ഇന്നോളം തിരുസഭയിലേക്കും CMI സഭയിലേക്കും വർഷിക്കപ്പെട്ട എല്ലാ ദൈവകൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ജീവിത വഴികളിൽ അച്ഛന് പ്രചോദനമേകിയ എല്ലാവരെയും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ പേരിറങ്ങുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ അച്ഛൻ്റെ എല്ലാ വിശുദ്ധ നിയോഗങ്ങളെയും ശുശ്രൂഷകളെയും ഫലമണിയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഇന്നേ ദിവസം പൗരോഹിത്യത്തിന്റെ 50-ാം ജൂബിലി ആഘോഷിക്കുന്ന ജോസ് പൈനാട് അച്ഛനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പൗരോഹിത്യത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന അച്ഛനിലൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവത്തിനും ദൈവജനത്തിനും ബലിയായി തീരുവാൻ അച്ഛനെ CMI സഭയ്ക്ക് നൽകിയ അച്ഛൻ്റെ മാതാപിതാക്കളെയും മറ്റു ബന്ധുമിത്രാദികളെയും ഈ ബലിവേദിയിൽ സമർപ്പിക്കുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളിൽ അച്ഛൻ്റെ തുടർന്നുള്ള നിയോഗങ്ങളെയും ശുശ്രൂഷകളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ, സമർപ്പിത ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുന്ന വർഗീസ് അച്ഛനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാളിതുവരെ അച്ഛനിലൂടെ ലഭിച്ച കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. 50 വർഷത്തെ സമർപ്പിത ജീവിതത്തിലൂടെ ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ അച്ഛനെ തിരുസഭയ്ക്ക് നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഈ ബലിവേദിയിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ വിശ്വസ്തദാസനായി ദൈവജനത്തിനു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച വർഗീസ് അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങളെയും ശുശ്രൂഷകളെയും അങ്ങയുടെ വരദാനങ്ങൾ കൊണ്ട് ധന്യമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളാവുന്ന ബലിവസ്തുക്കളെ ഒരിക്കൽ കൂടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കട്ടെ. ഞങ്ങൾ നേടുന്ന ബലിവസ്തുക്കളെയും ഞങ്ങളാക്കി തീർത്ത എല്ലാവരെയും സ്നേഹപിതാവെ അങ്ങേ പുത്രൻ്റെ ആത്മബലിയോട് ചേർത്ത്, അവിടുത്തെ സ്നേഹത്തോട് ചേർത്ത് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അനുഗ്രഹപൂർണ്ണമാക്കണേ. ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ഈ ബലിവസ്തുക്കളിൽ എന്ന പോലെ ഞങ്ങളിലും അങ്ങയുടെ ആത്മാവ് വന്ന് വസിക്കുവാൻ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങ് കനിയണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ചൊല്ലുന്നതിന് പകരം മാമോദീസായതുപോലെ ചോദ്യോത്തരമായി നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം. ചോദ്യങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറയുക.
സർവശക്തനും സ്നേഹസമ്പന്നനുമായ പിതാവ് ഈ പ്രപഞ്ചവും ദൃശ്യവും അദൃശ്യവുമായതെല്ലാം സൃഷ്ടിച്ചു. നമുക്കായി ഇവ സംവിധാനം ചെയ്ത് മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യർക്കു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവരെ കുരിശുമരണത്തിന് കൈയാളിക്കാൻ തക്ക വിധം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച് നമുക്ക് പിതാവായി യേശുവിൻ്റെ പിതാവായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൻ്റെ സമാനമായ ഈശോ കലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ നമ്മിലൊരുവനായി നമ്മുടെ മാംസമെടുത്തു, നമ്മുടെ ജീവിതം അവിടുന്ന് അനുഭവിച്ചു. നമ്മുടെ ക്ലേശങ്ങളും വേദനകളും മരണവും അവിടുന്ന് ഏറ്റുവാങ്ങി. നമ്മുടെ പാപമെല്ലാം അവിടുന്ന് ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു. അത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചെറുതായി ദിവ്യകാരുണ്യമായി തീർന്നു. ഇന്നും നമ്മോടൊത്ത് വസിക്കുകയും നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കർത്താവ് തൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ അവസാന നിമിഷം ആത്മാവിനെ വാഗ്ദാനം ചെയ്തു. തൻ്റെ അമ്മയെ നമുക്ക് നൽകി, എല്ലാം നൽകി, എപ്പോഴും നമ്മെ അനുഗമിക്കുന്ന, നമ്മോടൊത്ത് വസിക്കുന്ന ദിവ്യകാരുണ്യമായി, കരുണയായി, സ്നേഹമായി, ജീവനായി നമ്മെ നമ്മുടെ ജീവനായ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ് നമ്മെ ജീവിപ്പിക്കുന്ന ചൈതന്യമാണ്. യേശു കർത്താവാണെന്ന് ആബാപിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ചൈതന്യം യേശുവിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിനെ കൊണ്ട് നാം അഭിഷിക്തരാണ്. നമുക്ക് ദൈവം തൊട്ട പൊന്നാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കുന്നത് ഈ ആത്മാവാണ്. നിത്യതയിലേക്ക് കണ്ണുനട്ട് ജീവിക്കാൻ, സഭയിലൂടെ ജീവിക്കാൻ, ഉദാശകളിലൂടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാൻ, വചനത്തിൽ കണ്ണുനട്ട് ജീവിക്കാൻ, സഹോദരങ്ങളിൽ ദൈവത്തെ കാണാൻ ഈ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. യേശുവിൻ്റെ ചൈതന്യമായ ആത്മാവ് നമ്മിൽ വസിക്കുന്ന ജീവചൈതന്യമായ ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ത്രിത്വൈക കുടുംബത്തിലെ ജീവിക്കുന്ന സങ്കീർത്തനങ്ങളാണ് നമ്മൾ. നമ്മുടെ ജീവിതമാണ് ദൈവത്തിനുള്ള സ്തുതിഗാനം. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രത്യേകമായി ബലിയർപ്പണത്തിന് നമ്മെ ഒരുക്കിയ ദൈവസ്നേഹത്തിന് നന്ദി പറയാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേക്ക് സ്തുതി, സ്തോത്രം, ആരാധന ഇന്നും എന്നേക്കും. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്ത്രീകൾ ആലപിക്കുവാൻ സർവ്വനെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും ത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരനെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകമേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിക്ഷത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാന്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, ക്രിസ്ത്യാനി സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭക്തി ജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു.
പുരോഹിതൻ തന്റെ വാദിസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിനിടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഞാൻ ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപത്രം ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരുമാകുന്നതുമായ ഈ ദാസർ അവിടുത്തെ തിരുനാമത്തിൽ നിർമ്മിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്ത്. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. കർത്താവെ, നിന്ന് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര നിഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ വേണ്ടി നീ ഞങ്ങളുടെ മനസ്വഭാവം സ്വീകരിക്കുകയും അതപരിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളുടെ കടകൾ ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മാത്രമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തട്ടിൽ പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കും ഇവിടെ സന്നിധിയിലായിരുന്നത്തെ ഗ്രേഷ്യസ് പിതാവിനും വേണ്ടിയും സമർപ്പിതർ, പുരോഹിതന്മാർ, ഷമ്മാശന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകളുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകം യുദ്ധം വർദ്ധിച്ച നീതിമാനും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേലയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമരീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔർണ്യവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവിതമയുടെ ആഴത്തും ദുരിതരും പരിശുദ്ധ കത്തോലിക്ക സന്താനങ്ങൾ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹിനയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് നൽകി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാലയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ ആശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കത്ത് എന്നോട് ദയ തോന്നണമേ. ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെയും എല്ലാവർക്കും ഭക്ത്യാഗങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വരാനന്ദനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേയും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും നേടുന്നതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ശുദ്ധജലത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. വൈദികർ നിൽക്കുന്നിടങ്ങളിലേക്ക് വിശുദ്ധ കുർബാന എത്തിക്കുന്നതാണ്. പുറകിലുള്ളവർ ഇരുവശങ്ങളിലും നിന്ന് നടുഭാഗത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതയും സമർപ്പിക്കുക. എല്ലാ നാടികളിൽ യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, ഞങ്ങൾക്ക് അങ്ങേക്ക്
സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇവിടെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തന്റെ അമൂല്യമായ തിരുരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവം രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാവരം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാന്യതാൽ ഞങ്ങളുടെ കടങ്ങളും പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടെ ഉയർപ്പലുകളെ പ്രത്യാശിക്കും നിന്റെ സന്നിധിയിൽ പ്രീതിനകാമിതം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങൾ
ആരാധിക്കുന്നു ആരാധേ നീ ഭരിക്കുക നിത്യവും ഞങ്ങളെ വാഴ്ത്തും പാവനാമം സദാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഭാവിയിൽ അങ്ങേ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചു കൊള്ളാം. അങ്ങേ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവർ സ്നേഹപൂർവ്വം സേവനം ചെയ്തുകൊണ്ടും ഈ വിരുദ്ധമായി ജീവിക്കുവാനും ഭരത്തിൽ നിത്യാനന്ദത്തിന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വതന്ത്രഗീതം ആലപിച്ച ശേഷം ജൂബിലി ഓഡിയൻസിന് ജൂബിലി കിരീടവും നൽകി അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രമുഖനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ജൂബിലിയുടെ സന്തോഷാവസരത്തിൽ കർത്താവ് വർദ്ധിതമായ തീക്ഷ്ണത നിങ്ങൾക്ക് നൽകുകയും നിങ്ങളെ മഹത്വത്തിൻ്റെ കിരീടമണിയിക്കുകയും ചെയ്യട്ടെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നല്ല ചെയ്ത കർത്താവ് നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴിയിൽ പ്രകാശവുമാകട്ടെ.